ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ജീരകശാല റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ സാദാ പച്ചരി തന്നെയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ റൈസ് 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ട് ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ അരി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൽ വെള്ളം മുഴുവനും വാർത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ അരി മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിതിലേക്ക് ഏത് അരിയുടെ ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. 1.5 കപ്പ് റൈസിന് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ തേങ്ങ ചേർക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 3-4 ഏലക്കയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ 2-3 പ്രാവശ്യം നിർത്തിയിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ അരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിതിലേക്കൊരു 3.5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 4 വരെയൊക്കെ എടുക്കാവുന്നതാണ്. ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇത് നൂൽപ്പരുവൊന്നും ആവണ്ട കേട്ടോ, ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമുക്ക് ഈ ശർക്കര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഈ മാവ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയുടെ ചൂടുകൊണ്ട് ഈ മാവ് വെന്തിട്ട് കട്ട കെട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ മാവ് കട്ടയൊന്നും കെട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുത്താലേ നമുക്ക് ഈ പലഹാരം നല്ല ആരോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടുള്ളൂ. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ തേങ്ങാക്കൊത്തും ഈ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ കുഞ്ഞുള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.
ഇത് നമ്മുടെ പലഹാരത്തിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ പ്ലേറ്റിലുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ചട്ടിയിലുള്ള തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയും കൂടി ഇതിലെ എണ്ണയോട് കൂടിയിട്ട് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഈ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ മാവിലേക്ക് ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഈ മാവിന് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഈ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പലഹാരം ചുട്ടെടുക്കണം. അപ്പോൾ ഈ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാന് തന്നെ എടുക്കുക. പിന്നെ ഇതുപോലത്തെ നല്ല കുഴിയുള്ള ചട്ടി തന്നെ എടുക്കുക. എന്നാലേ നമുക്കിത് നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് 2 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയും കൂടി ഫ്രൈ ചെയ്തെടുത്തതില്ലേ, അത് ഈ അപ്പത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോഴേക്കും നല്ലതുപോലെ പൊങ്ങിയിട്ട് നല്ല ആരോട് കൂടിയിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇപ്പോൾ ഈ ഒരു അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാൻ. മാവ് ഇത്രയും ലൂസായാലാണ് നമുക്ക് ഈ ഒരു അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊണ്ട് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 1-2 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഈ ഒരപ്പം നല്ലതുപോലെ പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരപ്പം പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കലത്തപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.